ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡയമെൻഷൻസ് ഓഫ് റിസർച്ച്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് റിസർച്ച് ഡിസിപ്ലിൻസ് ഇത്രയും ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡയമെൻഷൻസ് ഓഫ് റിസർച്ച്. റിസർച്ച് ഹാസ് certain specific dimensions ആണ് റിസർച്ചിനുള്ളത്. രാമചന്ദ്രൻ ഹാസ് റൈറ്റ്ലി ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് കീ ഡയമെൻഷൻസ് ഓഫ് റിസർച്ച്. ഇപ്പം റിസർച്ചിൻ്റെ കീ ആയിട്ടുള്ള ഡയമെൻഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടോപ്പിക്കിൽ വരുന്ന ഫിസിക്കൽ, ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യോളജിക്കൽ ഏത് തന്നെ ആയാലും അത് ടോപ്പിക് എന്ന് പറയുന്ന ഒരു ഹെഡിലാണ് പറയുന്നത്. റിസർച്ചിൽ ഫിസിക്കൽ, ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അടുത്ത പോയിന്റ് പറയുന്നത് നോവൽറ്റിയാണ്. ക്രിയേറ്റ് ന്യൂ വേഴ്സസ് റിവ്യൂ പബ്ലിഷ്ഡ് ഡേറ്റ് ഓഫ് ഇൻഫർമേഷൻ. അപ്പം ഇത് രണ്ടും വരുന്നു. ക്രിയേറ്റിംഗ് ന്യൂ ആൻഡ് ഓൾസോ ദ പബ്ലിഷ്ഡ് ഡേറ്റ് ഓഫ് ഇൻഫർമേഷനെയും റിവ്യൂ ചെയ്യുന്നു. Then third one, technology. Develop new versus use existing method. അപ്പോൾ existing method ഉപയോഗിച്ച് developing the new technologies. Then fourth one പറയുന്നത് scope. Study a single case versus a sample. അപ്പോൾ ഒരു സിംഗിൾ കേസ് ആവാം, അതുപോലെ തന്നെ ഒരു സാമ്പിൾ ആകാം. ദെൻ മോഡിൽ പറയുന്നത് ഒബ്സർവ് വേഴ്സസ് ഇൻ്റർവീൻ. ഒബ്സർവിങ് ആൻഡ് ഓൾസോ ഇൻ്റർവീനിങ്. ദെൻ മെത്തഡോളജി, ക്വാളിറ്റേറ്റീവ് വേഴ്സസ് ക്വാണ്ടിറ്റേറ്റീവ്. നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് റിസർച്ച് മെത്തേഡാണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു വാക്കെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് സംതിങ് ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ ഡേറ്റ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി. ദെൻ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ക്വാളിറ്റി. ഐഡിയോളജിയിൽ പറയുന്നത് ഒബ്ജക്റ്റീവ് വേഴ്സസ് സബ്ജക്റ്റീവ്. ദെൻ പൊളിറ്റിക്സ്, ന്യൂട്രൽ വേഴ്സസ് പാർട്ടിസൺ. യൂട്ടിലിറ്റിയിൽ പറയുന്നത് പ്യുവർ വേഴ്സസ് അപ്ലൈഡ്. Characteristics of research. Research is something whose worth is difficult to measure. It has no shape, size or boundaries like a certain physical object. However, its nature, activities and progress can be assessed and predicted through some of the basic characteristics associated with it. In this context, best states the following characteristics of research. അപ്പോൾ ബെസ്റ്റ് സ്റ്റേറ്റ് ചെയ്യുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിസർച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്, റിസർച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രോബ്ലം അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ളതൊന്നായിരിക്കും. ദാറ്റ് ഈസ് സോഷ്യൽ സയൻസ് റിസർച്ചിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഒരു പ്രോബ്ലം ഓറിയൻറ്റഡ് റിസർച്ചാണ്. It may attempt to answer a question or to determine the relation between two or more variables. അതെന്താണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്? ഈ ഒരു റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസിൻ്റെ റിലേഷൻ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്, റിസർച്ച് എംഫസൈസസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ജനറലൈസേഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് തിയറീസ് ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഒക്കറൻസസ്. ഇപ്പോൾ റിസർച്ചിൽ എംഫസൈസ് ചെയ്യുന്നത് ഒരു ജനറലൈസേഷൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് തിയറീസ് ഓൾസോ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഒക്കറൻസസ് എന്നാണ്. ഫ്യൂച്ചറായിട്ടുള്ള ഒക്കറൻസസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് തിയറീസ് ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു ഡെവലപ്മെൻറ്റ് ഓഫ് ജനറലൈസേഷൻ. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് റിസർച്ച് ഈസ് ബേസ്ഡ് അപ്പോൺ ഒബ്സർവബിൾ എക്സ്പീരിയൻസ് ഓർ എംപിരിക്കൽ എവിഡൻസ്. ഒബ്സർവബിൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നേരിട്ട് ഒബ്സർവ് ചെയ്യുന്ന എക്സ്പീരിയൻസിനെ ബേസ് ചെയ്താണ്. അല്ലെന്നുണ്ടെങ്കിൽ എംപിരിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മുടെ അനുഭവത്തിൽ നിന്നും ഉള്ള ഡേറ്റയാകുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, റിസർച്ച് ഡിമാൻഡ്സ് ആക്യുറേറ്റ് ഒബ്സർവേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആക്യുറേറ്റ് ആയിരിക്കണം ഒബ്സർവേഷനും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസും എല്ലാം. റിസർച്ച് ഇൻവോൾവ്സ് ഗ്യാതറിംഗ് ന്യൂ ഡേറ്റ ഫ്രം പ്രൈമറി ഓർ ഫസ്റ്റ് ഹാൻഡ് സോഴ്സസ് ഓർ യൂസിങ് എക്സിസ്റ്റിംഗ് ഡേറ്റ ഫോർ എ ന്യൂ പർപ്പസ്. ഇപ്പം ഫസ്റ്റ് ഹാൻഡ് എന്നാണ്, ഫസ്റ്റ് ഹാൻഡ് ഡേറ്റ സോഴ്സസ് അല്ലെന്നുണ്ടെങ്കിൽ പ്രൈമറി ഡേറ്റ സോഴ്സസുകളെ ഗ്യാദർ ചെയ്യുക, ന്യൂ ഡേറ്റ ഫ്രം പ്രൈമറി സോഴ്സസ് അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡറി സോഴ്സുകളിൽ നിന്നും, യൂസിങ് ദി എക്സിസ്റ്റിംഗ് ഡേറ്റ ഫോർ ന്യൂ പർപ്പസ്. ഫസ്റ്റ് ഹാൻഡ് റിസോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് FIRST, ഫസ്റ്റ് ആണ്. ഫസ്റ്റ് ഹാൻഡ് റിസോഴ്സസിനെയാണ് നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്.
സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡേറ്റയെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സെക്കൻഡറി ഡേറ്റ എന്നാണ് പറയുന്നത്. റിസർച്ച് റിക്വയർസ് എക്സ്പെർട്ടൈസ്. ദ റിസർച്ചർ നോസ് വാട്ട് ഈസ് ഓൾറെഡി നോൺ അബൌട്ട് ദ പ്രോബ്ലം ആൻഡ് ഹൗ അതേഴ്സ് ഹാവ് ഇൻവെസ്റ്റിഗേറ്റഡ് ഇറ്റ്. ഇപ്പോൾ റിസർച്ചിന് ഒരു എക്സ്പെർട്ടൈസ് ആവശ്യമായിട്ടുണ്ട്. റിസർച്ചറിന് അറിഞ്ഞിരിക്കണം ആ ഒരു പ്രോബ്ലത്തെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ളവർ എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ധാരണ റിസർച്ചറിന് ഉണ്ടായിരിക്കും. ആ ഒരു എക്സ്പെർട്ടൈസ് റിസർച്ചറിന് ഉണ്ടായിരിക്കും. ആ ഒരു റിസർച്ചിന് അത്രത്തോളം എക്സ്പെർട്ടൈസ് വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. Then research strives to be objective and logical. Objective ആയിരിക്കണം, logical ആയിരിക്കണം. Then applying every possible test to validate the procedures employed, the data collected and the conclusions reached. ഇപ്പം ഓരോ പോയിന്റിലും റിസർച്ച് ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്, ന്യൂട്രൽ ആയിരിക്കണം, ലോജിക്കൽ ആയിരിക്കണം, അതിൻ്റെ ഒരു വാലിഡിറ്റി ഓരോ രീതിയിലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ ഡേറ്റ കളക്ട് ചെയ്തതും കൺക്ലൂഷൻസിലോട്ട് എത്തുമ്പോഴെല്ലാം ശരിക്കും ആ ഒരു റിസർച്ച് പ്രോസസ്സ് ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. റിസർച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പേഷ്യൻ്റ് ആൻഡ് അൺഹറീഡ് ആക്ടിവിറ്റി. ഒത്തിരി സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ഹറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി അല്ല. ഒരു സം സോർട്ട് ഓഫ് പേഷ്യൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ദെൻ റിസർച്ച് ഈസ് കെയർഫുള്ളി റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ്. വളരെ അലസമായിട്ടൊന്നും നമുക്ക് ഒരു റിസർച്ചിൻ്റെ കൺക്ലൂഷൻസ് എഴുതി തീർക്കാനൊന്നും പറ്റില്ല, റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല. അത് കെയർഫുള്ളി ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കെയർഫുള്ളായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും വേണം. റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് കെയർഫുള്ളി ആയിട്ട് റെക്കോർഡ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും വേണം. ദെൻ റിസർച്ച് സംടൈംസ് റിക്വയർസ് കറേജ്. ചില സമയങ്ങളിൽ ഒരു കുറച്ച് കറേജിയസ് ആയിട്ട് നിൽക്കണം, കുറച്ച് ധൈര്യവും കൂടിയൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഫീൽഡ് വർക്കൊക്കെ കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള ഏരിയാസിലോട്ട് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റിസർച്ചിൽ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫീൽഡ് അത്തരത്തിലുള്ളൊരു സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ റിസർച്ച് കുറച്ച് കറേജസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണെന്ന് പറയാം. അഡീഷണലി ദ ഓതേഴ്സ് വിഷ്വലൈസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച്. അഡീഷണലി ആയിട്ട് കുറേ കൂടി കാര്യങ്ങളും കൂടി ഓതർ പറയുന്നുണ്ട് റിസർച്ചിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്. ഇപ്പോൾ ഇത്രയും പറഞ്ഞതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് കൂടാണ്ട് കുറച്ച് പോയിൻറ്റ്സ് കൂടി പറയുന്നുണ്ട്, അതോട് പെട്ടെന്നൊന്ന് പറയാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് ഈസ് ദാറ്റ് ഇറ്റ് റിക്വയർസ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട് ബിക്കോസ് ഹറീഡ് റിസർച്ച് പ്രൊവൈഡ്സ് റോങ് റിസൾട്ട്. നമ്മളിത് ഈ ഒരു പോയിൻറ്റ് നമ്മൾ നേരത്തെ സംസാരിച്ചത് തന്നെയാണ്. കാര്യം ഒരു ഹറിയിൽ നമുക്കൊരിക്കലും റിസർച്ച് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം ഇതിനാവശ്യമുണ്ട്. നമ്മളൊരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം നമ്മൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു എഫേർട്ടും വലുതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിസർച്ച് റോങ് റിസൾട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പറയുന്നു റിസർച്ച് ഷുഡ് ബി ക്വൈറ്റ് ലോജിക്കൽ ഇൻ ക്യാരക്ടർ. ഒരു ലോജിക്കൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം റിസർച്ചിന്. അതുപോലെ റിസർച്ച് ബീങ് സൈക്ലിക് ഇൻ നേച്ചർ ഷുഡ് ഓൾവേസ് ഷോ ദ വേ ഫോർ ഫ്യൂച്ചർ സ്റ്റഡി. റിസർച്ച് എന്ന് പറയുന്നത് അതൊരു സൈക്ലിക്കൽ നേച്ചറാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്യൂച്ചർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരു പാത ഒരുക്കുന്നതായിരിക്കണം. ദെൻ എ റിസർച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രിസൈസ് പ്ലാനിങ് ആൻഡ് കെയർഫുൾ എക്സിക്യൂഷൻ. നമുക്കറിയാം ഒരു പ്രിസൈസ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് റിസർച്ച് സ്റ്റെപ്പുകൾ നമ്മൾ പറയുന്നത്. റിസർച്ച് മെത്തഡോളജി പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ പഠിക്കുന്നുണ്ട്, സ്റ്റെപ്സ് ഇൻ റിസർച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രിസൈസ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും കെയർഫുൾ എക്സിക്യൂഷനും ഉണ്ടെങ്കിലായിരിക്കാം ആ ഒരു റിസർച്ച് അത്രത്തോളം വാലിഡിറ്റി ഉള്ളതൊന്നാവുന്നത്. ദെൻ ദ സാങ്ക്ടിറ്റി ഓഫ് റിസർച്ച് ഷുഡ് ബി ഡിവോയ്ഡ് ഓഫ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നുണ്ട്. ഒരു വിധത്തിലുള്ള ആർട്ടിഫിഷ്യാലിറ്റിയും റിസർച്ചിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിശുദ്ധിയെ അത് ബാധിക്കും. ദെൻ ഇൻ്റഗ്രേഷൻ ഓഫ് റിസർച്ച് ഡിസിപ്ലിൻസ്. The most fruitful results in research are achieved not only through an integration of scientific techniques and methods, but also through a unified approach of the various scientific disciplines. Since man lives in a world of economic, industrial, political, psychological forces and social attitudes and values, it is self-evident that his responses to and roles in these should be
സ്റ്റഡി. അപ്പോൾ എല്ലാം പഠിക്കണം. എക്കണോമിക്, അതുപോലെ ഇൻഡസ്ട്രിയൽ, പൊളിറ്റിക്കൽ, ദെൻ സോഷ്യൽ, സൈക്കോളജിക്കൽ, എല്ലാ ഫോഴ്സുകളുമായിട്ടാണ് മാൻ ഒരു ലോകത്ത് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡും വാല്യൂസും അതുപോലെയുള്ള റെസ്പോൺസുകളും എല്ലാം, റോൾസും എല്ലാം പഠിക്കേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഒരു യൂണിഫൈഡ് അപ്രോച്ചാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, എല്ലാം കൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു അപ്രോച്ച്. As a matter of fact, Social Science Research Council was organized to promote and integrate the social sciences to each other and to the related useful arts of industry, government, and public welfare, to guard against over specialization and isolated efforts which might result in distorted vision, especially when a section of man's world is wrenched loose from its context in the process of study. അത് സോഷ്യൽ സയൻസ് റിസർച്ച് കൗൺസിലിൻ്റെ ഒരു ഇതിൽ പറയുന്നത് കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. സോഷ്യൽ സയൻസ് മറ്റ് സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റ് ആർട്സ് വിഷയങ്ങളുണ്ടായിരിക്കുമല്ലോ, ദെൻ ഇൻഡസ്ട്രിയൽ, അതുപോലെ തന്നെ ഗവൺമെൻറ്, പബ്ലിക് വെൽഫെയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ആ ഒരു റിസർച്ച് ഡിസിപ്ലിനുകൾ തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേഷനും കൂടി ആവശ്യമാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് one of the most significant consideration in cooperative research is that it facilitates the study and analysis of complex web of social, psychological, economic forces intricately. അപ്പോൾ ഒന്നായിട്ട്, അതായത് ഒരു സോഷ്യൽ എന്ന് പറയുമ്പോൾ അതുമായിട്ട് അതൊരു വെബ്, ഒരു കോംപ്ലക്സ് ആയിട്ടായിരിക്കും മാറുന്നത്. ഓരോ ഫോഴ്സുകൾ പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു ഫോഴ്സുകളും പഠിക്കേണ്ട ആവശ്യമായിട്ട് വരും. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു സോഷ്യൽ ആൾസോ. ദെൻ സോഷ്യൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു എക്കണോമിക് ഫോഴ്സസ്. ദെൻ അതിൽ തന്നെ പൊളിറ്റിക്കൽ ഫോഴ്സുകൾ പഠിക്കേണ്ടി വരും. അപ്പോൾ എല്ലാം കൂടി ചേർന്നൊരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.